ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല കിടിലൻ ടേസ്റ്റിൽ കുക്കറിൽ വളരെ സിമ്പിളായി ഒരു ചിക്കൻ കുറുമ റെഡിയാക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചിക്കൻ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലകളെല്ലാം ചിക്കനിൽ നന്നായി തന്നെ പിടിച്ചു വരണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ച ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വരുത്തി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഞാനതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമല്ല. കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിലോട്ട് 3 പീസ് പട്ടയും കരയാമ്പൂവും കുറച്ച് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയം ഇതിലോട്ട് 2 സവാള കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയെല്ലാം ഒന്ന് വഴഞ്ഞു വരുന്നുണ്ട്. ഈ സമയം അല്പം വേപ്പില ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയെല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ചു വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേ ജാറിലൽപ്പം വെള്ളം ചേർത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിനുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇതിലേക്ക് അരപ്പിലോട്ട് പിടിക്കാനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇത് ബോയിലായിട്ട് കറിയെല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം.
ചിക്കൻ കുറുമ താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 7 ചുവന്നുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ചുവന്നുള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് താളിച്ചെടുക്കുമ്പോൾ കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചുവന്നുള്ളി ഒന്ന് ഫ്രൈ ആയി വരണം. ഉള്ളിയെല്ലാം ഇപ്പോൾ കളറൊന്ന് മാറി വരുന്നുണ്ട്. ഈ സമയം ഇതിലോട്ട് 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉണക്കമുളകും വേപ്പിലയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ചിക്കൻ കുറുമ ഗീ റൈസിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.